അപ്പൊ എന്നോട് വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. മറ്റേത് കിട്ടാണെങ്കിൽ അയക്കട്ടെ എനിക്ക്. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില് പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. ഞാനാകെ പെട്ടിക്കടി. എൻ്റെ പൈസ ഒന്നുമില്ല. ആജർമാർത്ത് പറയാൻ പറ്റും എൻ്റെ പൈസ ഇല്ല. അതിർമ 30,000 രൂപയ്ക്ക് പണി തീർക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പോൾ 1,00,000 രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്ന് പറയണ്ടോ. ഇന്ന് പോളി വന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 2 അടി വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഷിയാസ് കരീമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് താരമാണ് ഷിയാസ് കരീം. ഇന്നലെയൊക്കെ വാർത്തകൾ വന്നതാണ്. ഷിയാസ് കരീം 65 ലക്ഷം രൂപ മധ്യവയസ്കയായ ഒരു സ്ത്രീയിൽ നിന്ന് തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്നത്. ഉമ്മയുടെ പ്രായമുള്ള ഒരാളാണ്, എനിക്ക് ഭാര്യയും ഉമ്മയും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിയാസ് കരീം രംഗത്തെത്തിയിട്ടുണ്ട്. ന്യായീകരിച്ച് നന്നാവാൻ നോക്കിയ ഷിയാസ് കരീമിന് കിട്ടിയത് 8ന്റെ പണിയാണ്. കാരണം ആ സ്ത്രീ കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ തെളിവുകൾ, ആ വാക്കുകൾ ഇപ്പോൾ പലയിടത്തും നിങ്ങൾ കേട്ട് കാണും. കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. അതൊന്ന് കേട്ട് നോക്കൂ. കണ്ടല്ലോ, കൃത്യമായി ഷിയാസ് കരീം പ്ലാൻ ചെയ്താണ് ആ സ്ത്രീയെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. സാധാരണയായി ഈ സെലിബ്രിറ്റികൾക്കെതിരെയൊക്കെ അല്ലെങ്കിൽ മറ്റാർക്കെതിരെയുമൊക്കെ പരാതി നൽകുമ്പോൾ, ഷിയാസ് കരീം ഒരു സെലിബ്രിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിഗ് ബോസിൽ പോയവരൊക്കെ സെലിബ്രിറ്റികളാണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. എന്തായാലും ഷിയാസ് കരീം സെലിബ്രിറ്റി കളിക്കാനായി അല്ലെങ്കിൽ താൻ ഇവിടെ ജീവനോടെ ഉണ്ട് എന്നറിയിക്കാനായി അദ്ദേഹം പലപ്പോഴും പല നാടകങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അനുമോളുടെ അടുത്ത് ബിഗ് ബോസ് താരമായ അനുമോളോട് ബീഫ് കഴിക്കാത്ത നീ BJP-ക്കാരി ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷിയാസ് കരീം വീണ്ടും ലൈംലൈറ്റിൽ ഒന്ന് ആളാവാനൊക്കെ നോക്കി. വലിച്ചു കീറി പലരും ഒട്ടിച്ചു. പിന്നീട് ഞാൻ പന്നി ഇറച്ചി കഴിക്കും, പക്ഷെ നീ ബീഫ് കഴിക്കാത്തത് നീ മുസ്ലിം അല്ല, നീ BJP-ക്കാരി ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിയാസ് കരീം രംഗത്തെത്തിയതും പിന്നീട് അതിന് ന്യായീകരണ ക്യാപ്സ്യൂളുമായൊക്കെ എത്തിയതും നമ്മൾ കണ്ടതാണ്. വീണ്ടും അതേ ന്യായീകരണമൊക്കെ എത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല സെലിബ്രിറ്റികൾക്കെതിരെയും പല സാധാരണക്കാർക്കെതിരെയും ഒക്കെ പലരും പരാതി കൊടുക്കാറുണ്ട്. പലരും ഒരുമിച്ച് ജീവിച്ച് പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പല കേസുകളിലും അത് പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് പല കേസുകളിലും നമുക്ക് കൃത്യമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുകയൊക്കെ ചെയ്യാറുമുണ്ട്. പക്ഷെ ഇവിടെ ഈ സ്ത്രീ പറയുന്നത്, ഞാൻ ഷിയാസ് കരീമിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്, ഞങ്ങൾ പരസ്പര സമ്മതപ്രകാരം തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, എനിക്കതിൽ പരാതിയില്ല, അതുകൊണ്ട് ബലാത്സംഗ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേസ് ആ ഒരൊറ്റ വരിയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം, ഈ കേസ്, ആ സ്ത്രീ കൊടുത്തിരിക്കുന്ന കേസ് സത്യമാണ് എന്നുള്ളത്. അവർ പറയുന്നത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്തു, ഇതിനൊക്കെ അപ്പുറം തന്നെ കൂടെ നിർത്താം അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വഞ്ചിച്ചു, സ്നേഹം നടിച്ച് തന്നെ വഞ്ചിച്ചു. അതായത് പലപ്പോഴായി അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങുന്നു, EMI അടയ്ക്കണം, ലോണ് ക്ലോസ് ചെയ്യണം, തട്ടമിട്ടവർക്ക് വേണ്ടി മാത്രം ഞാനൊരു ജിമ്മ് തുടങ്ങുകയാണ്, ആ ജിമ്മിൻ്റെ നവീകരണത്തിനായി പണം വേണം. അത് മനസ്സിലാകുന്നില്ല ഷിയാസ്. അതായത് തട്ടമിട്ട പെണ്ണുങ്ങളോട് മാത്രം, അവർക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഒരു ജിമ്മ് തുടങ്ങുന്നത്? അതിന് പിന്നിലും എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും തട്ടമിട്ട സ്ത്രീകൾ ആ ജിമ്മിൽ പോകാത്തത് ഭാഗ്യം. മാനമെങ്കിലും തിരിച്ചു കിട്ടി. പണം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങളെ ചൂഷണം ചെയ്യാൻ അയാൾക്ക് അവസരം നൽകിയില്ല എന്നോർത്തെങ്കിലും നിങ്ങൾ സന്തോഷിക്കുക, സമാധാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ തട്ടമിട്ട സ്ത്രീകൾക്ക് വേണ്ടി ജിം തുടങ്ങുന്നു, അതിന് പണം വേണമെന്ന് പറയുന്നു. അത് പണം അക്കൗണ്ടിൽ അയക്കേണ്ട, കാരണം അതൊരു തെളിവാണ്. കയ്യിൽ തന്നാൽ മതി, 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപയായിട്ട് കയ്യിൽ തന്നാൽ മതി. ഇതിനിടയ്ക്കൊരു ഇതിൽ പറയുന്നത് പിന്നെ അനുമോൾക്ക് 1,40,000 രൂപ കൊടുത്തു എന്നൊക്കെയാണ്. അത് എത്രത്തോളം സത്യമാണ് എന്നൊന്നും അറിയില്ല. അനുമോളെ നമ്മൾ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യവുമില്ല. ഇനി ഈ സ്ത്രീയിൽ നിന്ന് പണം വാങ്ങിയാണോ അനുമോൾക്ക് കൊടുത്തത്, ഇതും അറിയില്ല. അത് അനുമോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിയർ അത് ഉണ്ടാക്കേണ്ടത് അനുമോൾ തന്നെയാണ്, അത് മറ്റാരുമല്ല. കാരണം ഷിയാസ് കരീം തന്നെയാണ് അത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ അത്തരത്തിൽ ഈ സ്ത്രീയെ വഞ്ചിക്കുന്നു, സ്നേഹിച്ച് കൂടെ നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് 65 ലക്ഷം രൂപയിലധികം ഇവരിൽ നിന്ന് വാങ്ങുന്നു. എന്നിട്ട് ഇവരോട് പറയുകയാണ്,
ഇക്കാര്യം നീ പുറത്തു പറഞ്ഞാൽ നീയും ഞാനും ഉള്ള സ്വകാര്യ നിമിഷങ്ങളിലെ നിന്റെ നഗ്ന ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷിയാസ് കരീം എന്ന് പറയുന്ന ഈ പിന്നെ എന്താ പറയുക, ഈ സ്ത്രീകളെ കാണുമ്പോൾ ഈ അതിൻ്റെ ഒരു വാക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഞരമ്പ് മൂത്ത് കിടക്കുന്ന ഒരുത്തനാണ് ഇവൻ. കാരണം നേരത്തെയും ഇതുപോലെ ഇയാൾക്കെതിരെ 32 വയസ്സായ ഒരു സ്ത്രീ പരാതിയുമായി എത്തിയിരുന്നു. അന്ന് ഇയാളെ പിന്നെ ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ് പിടികൂടുന്നത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരുന്നു പോലീസ്. അത്തരത്തിൽ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഗുണ്ടകളുമായൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ട്. പെരുമ്പാവൂരിലെ അനസ് എന്ന് പറയുന്ന ഗുണ്ടയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് ഇയാളുടെ ഒരു കൂട്ടുകാരന് ഒരു കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഇയാൾ തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അങ്ങനെ പൊതുവെ BJP-ക്കാർ, അതായത് ഒരു സ്ത്രീയോട് ഇയാൾ പറയുകയാണ്, 2015 മുതൽ ഒരു സ്ത്രീക്ക് ഷർട്ടിടാത്തെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ BJP-ക്കാർ ഇങ്ങനെ തന്നെയാണ്, BJP-ക്കാർ ഇതുപോലെ പല കളികൾ നടത്തുന്നത്. അതായത് BJP ആണ് ഇയാളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വരുന്ന പുതിയ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ ബീഫുമായി ബന്ധപ്പെട്ട BJP-യെ പറഞ്ഞതുകൊണ്ട് BJP എന്നെ കൊടുക്കാൻ ശ്രമിച്ചു, ഇതിൻ്റെ പിന്നിൽ BJP ആണ്, ഇതൊക്കെ AI ആണ്, ആ സ്ത്രീ ശബ്ദം അയച്ചത് ഇതൊക്കെ ടെക്നിക്കൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്, ഇതൊന്നും ഞാനല്ല, എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണത്, മധ്യവയസ്കയായ സ്ത്രീയാണ് ഈ പരാതിക്കാരി എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ആ സ്ത്രീയോട് ഇയാൾ പറയുന്നുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഖബറിൽ മണ്ണിടാൻ നീ വരണം, നീ മരിക്കുമ്പോൾ നിൻ്റെ ഖബറിൽ മണ്ണിടാൻ ഞാൻ ഉണ്ടാക്കും, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത്ര മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും, ഞാൻ നിന്നെ ചേർത്ത് നിർത്തും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അവർക്ക് അയാളോട് ഒരു പക്ഷേ ഇഷ്ടം സീരിയസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾ എപ്പോഴും കൂടെ കാണും എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇയാൾ അവരെ മുതലാക്കുകയായിരുന്നു, മുതലെടുപ്പ് നടത്തുകയായിരുന്നു. അതായത് പണം വാങ്ങി മുതലെടുപ്പ് നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 65 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ആദ്യം 1 ലക്ഷം ആകുന്നു, പിന്നീട് 10 ലക്ഷം, പിന്നീട് 5 ലക്ഷം, എന്നിട്ട് ആ സ്ത്രീയുടെ ശരീരം ഉപയോഗിക്കുന്നു, ശരീരത്തിൽ ഇയാൾ സുഖം കണ്ടെത്തുന്നു. അതോ ആ സ്ത്രീ പറയുന്നത് പരസ്പര സമ്മതപ്രകാരം ഉള്ള ഒരു ബന്ധം തന്നെയാണ് അതെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ രീതിയിലും ആ സ്ത്രീയെ മുതലെടുപ്പ് നടത്തിയിട്ട് പിന്നീട് അവരെ ഭയപ്പെടുത്തി ചൂഷണം ചെയ്യുക കൂടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം വൃത്തികെട്ട മനസ്സുള്ള ഒരാളാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്നത്. ഇയാൾ ആളാവാനായി കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യും. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിക്കുന്ന സമയത്തായിരിക്കും ഇയാളുടെ രംഗപ്രവേശനം. എന്തെങ്കിലുമൊക്കെ ഈ വൈറലാകാവുന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ എടുത്തുകൊണ്ട് വന്നാണ് ഇയാൾ രംഗപ്രവേശനം ചെയ്യുന്നത്. എന്തായാലും ഇയാൾക്ക് ഭാര്യയും കുട്ടിയുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ക്ഷമിക്കുക, ഇയാൾ വിവാഹിതനാണ്. അപ്പോൾ ഈ ഭാര്യയുടെയും എന്താ പറയുക, എനിക്ക് ഉമ്മയുണ്ട്, എൻ്റെ ഉമ്മയുടെയൊക്കെ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്നൊക്കെ ഞാനിത് പലതവണ ആവർത്തിച്ച് പറയുന്നത്. ഒരു ബിഗ് ബോസ് താരം എന്നതിലപ്പുറം ഇയാളെക്കുറിച്ച് പറയാൻ മറ്റ് വിശേഷണങ്ങളൊന്നുമില്ല. ഇയാളൊരു സെലിബ്രിറ്റി ആണെന്ന് പോലും, കാരണം അവിടെ ചെന്ന് കിടന്ന് എന്തൊക്കെ കോമാളിത്തരം കാണിച്ച് ഇയാളൊന്നാളായി. പുറത്തിറങ്ങിയപ്പോൾ ഇയാളിങ്ങനെ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇയാൾ കുറേ സ്ത്രീകളെ വലയിലാക്കാൻ ശ്രമിച്ചു, കുറേ പേരോട് ഇയാൾ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഇയാളൊരു ചെറിയ മീനൊന്നുമല്ല, ഇയാളൊരു വലിയ ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഇയാളൊരു വമ്പനാണ്. എന്തായാലും ഇതൊരു നേരെയുള്ള ഒരു രീതിയാണ് എന്ന് തോന്നുന്നില്ല. ഷിയാസ് കരീം അത്തരത്തിൽ ആ സ്ത്രീയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ മാനസികമായി തളർത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ വെറുതെ വിടാൻ പാടില്ല. ഇയാൾക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കുക. ഇയാളുടെ ന്യായീകരണങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി പോയി വല്ലയിടത്തും കൊണ്ട് കളയാൻ പറയണം. സാധാ ഈ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്താണ് എന്നെ അയാൾ 15 പ്രാവശ്യം പീഡിപ്പിച്ചു, പക്ഷെ അതൊക്കെ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്താണെന്നൊക്കെ പറയുന്ന ശീലാവതികളായ കുറേ സ്ത്രീകളുണ്ട്. അവർക്ക് ഈ സ്ത്രീ ഒരു മാതൃകയാണ്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ സമ്മതപ്രകാരം തന്നെയാണ് ബന്ധപ്പെട്ടത്, അതിലൊരു മാറ്റവുമില്ല, പക്ഷേ എന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതും എൻ്റെ നഗ്ന ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പരാതിയുമായി വന്നതെന്ന് ആ സ്ത്രീ കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ കയ്യിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്തായാലും ആ പരാതിയിൽ കൃത്യമായ നടപടി പോലീസ് സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.